ഹല്ലേലൂയ. റോമരുടെ 8:1 നമുക്കൊന്ന് എടുക്കാം. സ്തോത്രം. റോമർ 8:1, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1 ഇങ്ങനെ പറയുന്നു. സോ നൗ ദർ ഇസ് നോ കോണ്ടംനേഷൻ ഫോർ ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ട് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത് കേട്ടാല്, ഇത് വായിച്ചാല് സ്തോത്രം പറയണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഇനി ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഇനിയും കോണ്ടംനേഷൻ ഇല്ല. ഇനിയും വിരല് ചൂണ്ടിയിട്ട് നാം കൊള്ളത്തില്ല, കുറവുള്ളവരാ എന്നില്ല. എന്താന്ന് വെച്ചാൽ ഒരു നാള് നമ്മള് ഡെത്ത് റോയിലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മള് മരണവിധിക്ക്, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് മരണശിക്ഷയിൽ കിടക്കേണ്ട നമ്മളെ ഓരോരുത്തരെയും യേശു കർത്താവ് വന്നിട്ട് വീണ്ടെടുത്തു. ഹല്ലേലൂയ. യേശു വന്ന് വീണ്ടെടുത്തിട്ട് യേശു നമുക്ക് വേണ്ടി എല്ലാം വഹിച്ചിട്ട്, ഹല്ലേലൂയ, നമ്മൾ ഉള്ളവരാണെന്ന്. യേശു കർത്താവ് കാൽവരി ക്രൂശില് മരിക്കാൻ കയറുന്നതിന് മുമ്പ് ഒരു ബറബാസ് ഉണ്ടായിരുന്നു. ഈ ബറബാസ് ഒരു ദുഷ്ടനായിരുന്നു, അല്ലെ? കൊല്ലുന്നു, മറ്റുള്ളവരെ കൊന്നിട്ട് ശിക്ഷാവിധിയിൽ കയറി കിടന്നവനാ. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചത്? അവന്റെ പകരക്കാരനായി യേശു അവിടെ ആയപ്പോ അവനെ വെറുതെ വിട്ടയച്ചു. ഈ അവസ്ഥ തന്നെയാ നമ്മുടേതും. ഹല്ലേലൂയ. നമ്മള് പറയത്തില്ലേ, സാധാരണ വിധത്തില് മരിക്കേണ്ടവരായിരുന്നു, പാപത്തിന്റെ ശമ്പളം അനുഭവിക്കേണ്ടവരായിരുന്നു, നരകത്തിൽ പോവേണ്ടവരായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ യേശു വന്നിട്ട് നമ്മളെയൊക്കെ നമ്മൾക്ക് പകരക്കാരനായി. അതുകൊണ്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ നീതിയാണെന്ന്. ഇത് ക്രിസ്തുവിന്റെ നീതിയാ. അതാ ഇതിന് കൃപ എന്ന് പറയുന്നേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നീതി കാരണം നമ്മൾ നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നീതി നമ്മളെ നീതിയുള്ളവരാക്കി തീർത്തു. ഹല്ലേലൂയ. എന്നിട്ട് തിരുവചനത്തിന്റെ 2-ാം വാക്യം പറയുന്നേ, ആൻഡ് ബിക്കോസ് യു ബിലോങ് ടു ഹിം the power of the life-giving spirit has freed you from the power of sin that leads to death. അപ്പം പിശാച് നമ്മളെ പിടിച്ചു വെച്ചെടുത്തു, പാപം നമ്മളെ ഒതുക്കി വെച്ചെടുത്തു, സ്വന്തം എന്ന് പറഞ്ഞ് വെച്ചെടുത്തു. ഹല്ലേലൂയ. ഈ പാപം, ശാപം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കിടന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി മെല്ലിയ വന്നു. ചിലപ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി പോലും ഇല്ലായിരുന്നു, എല്ലാം ഒതുങ്ങി അവിടെ കിടക്കുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ദേ യേശു കർത്താവ് യേശു വന്നിട്ട് ഭയങ്കര ശക്തിയുള്ള പാപത്തിനെ, ഈ യുദ്ധമൊക്കെ നടക്കുമ്പം രണ്ടുപേര് തമ്മിലൊക്കെ യുദ്ധം നടക്കുമ്പോ എങ്ങനെയാ? അടിയുണ്ടാകുമ്പം രണ്ട് ബലമുള്ളവർ ഒരേപോലെ യുദ്ധം ചെയ്യുന്നതിനകത്തുനിന്ന് ഒരുത്തൻ ഇടിച്ച് നിരപ്പാക്കിയിട്ട് വേറൊരുത്തൻ ജയാളിയാകും, അല്ലെ? അതേപോലെ തന്നെ യേശു കർത്താവ് പാപത്തിനെ ഇടിച്ച്, ഹല്ലേലൂയ, അതിനെ തോൽപ്പിച്ചിട്ട് യേശു കർത്താവ് ജയാളിയായി. സ്തോത്രം. എന്നിട്ട് വചനം പറയുക നമ്മളെ ആ നമ്മളെ ആ പാപത്തിന്റെയും ശിക്ഷയുടെയും ഇരുട്ടിന്റെയും അടിമയുടെയും ശക്തിക്കകത്തുനിന്ന് നമ്മളെ വലിച്ചെടുത്തിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി, നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരാക്കി. ഹല്ലേലൂയ. യേശു കർത്താവ് എല്ലാം ചെയ്തിട്ട് ധന്യമായി ആ രക്ഷ അല്ലെങ്കിൽ ആ ജയം നമ്മളൊന്ന് അനുഭവിച്ചാൽ മതി. ഇതെത്ര സിമ്പിൾ ആണല്ലേ എന്ന് പറഞ്ഞ്, യേശു ജയം എനിക്ക് നേടിത്തന്നു, ഞാൻ ആ ജയം ഒന്ന് ആസ്വദിച്ചാൽ മതി. അല്ലേ? നമ്മൾ ആ വിക്ടറി ഒന്ന് അനുഭവിച്ചാൽ മതി. ആ ജയം നമ്മളൊന്ന് ഏറ്റുവാങ്ങിയേക്കുന്ന ആരും ഇനി ശിക്ഷാവിധിക്കകത്ത് ഇരയായി തീരത്തില്ല,
ശിക്ഷാവിധിക്കകത്ത് പെട്ടുപോകത്തില്ല. ഇത് തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യം തരുന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ ഇനിയും ശിക്ഷിക്കപ്പെടത്തില്ല, ശിക്ഷാവിധിക്കകത്ത് കിടക്കത്തില്ല. പക്ഷെ യേശുവിന്റെ സൗജന്യമായ രക്ഷ, യേശുവിന്റെ സൗജന്യമായ നീതി എനിക്ക് അവകാശപ്പെട്ടതാ. സ്തോത്രം. ഇത് സൗജന്യമായി, ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാ. യേശു കർത്താവ് വില കൊടുത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഫ്രീ ആയിട്ട് കിട്ടിയതാ. സ്തോത്രം. ഇനിയും ഞാൻ കുറ്റമുള്ള വ്യക്തിയല്ല. എഫെസ്യരുടെ 1-ാം അധ്യായം 10-20 വാക്യം. അപ്പൊ നമ്മൾ തിരിച്ചറിയണം ഇതെങ്ങനെയാ നമുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതപരമായ ശക്തിയാൽ അത്രേ യേശു കർത്താവ് ആ മരിച്ചടക്കപ്പെട്ട് കിടന്നെടുത്തുനിന്ന് യേശു കർത്താവിനെ പുറത്തിറക്കിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതേ പരിശുദ്ധിയാത്രക്കിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആണ് നമ്മളെയും ഹല്ലേലൂയ പാപത്തിന്റെ അടിമ നുഖത്തിനകത്തുനിന്ന് വലിച്ചു പുറത്തെടുത്ത് നമ്മളെ ക്രിസ്തുവിന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുന്ന, പാപമില്ലാത്തവരും കുറ്റമില്ലാത്തവരും ആക്കി വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ശാപത്തിന്റെ ലോകത്തായിരുന്നു. പക്ഷെ തിരുവചനം റോമരുടെ 8:2 പറയുന്നത് ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ജീവൻ നൽകുന്ന അത്യുന്നതപരമായ ശക്തി നമ്മളെ പാപത്തിന്റെ അടിമ നുഖത്തിനകത്തുനിന്ന്, മരണത്തിന്റെയും ശാപത്തിന്റെയും നുഖത്തിനകത്തുനിന്ന് നമ്മളെ പിടിച്ചു വലിച്ച് പുറത്തിറക്കി. കണ്ടോ? അപ്പം നമ്മൾ ഓരോരുത്തരും, അതുപോലെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ സമൂഹത്തിനകത്തുള്ള നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുള്ള ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയുവാണെങ്കിൽ ഇത് വെറുതെ നടന്നതല്ല, മനസ്സിന്റെ ചിന്തകളും കൊണ്ട് നടന്നതല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ചിട്ട് നടന്നതാ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ചെയ്യാൻ സാധിക്കാത്തതെല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ സാധിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലിംഗത്തിനകത്തു നിന്നൊക്കെ പുറത്തു വന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതപരമായ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂട്ടുപിടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറയണം. ഇന്ന് കുടുംബത്തിനകത്ത് ആരെങ്കിലും വിടുവിക്കപ്പെടാനുണ്ടെങ്കിൽ, ഇന്ന് ജീവിതത്തിനകത്ത് എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ വിളിച്ചു പറയണം ഇന്ന് ജീവിതത്തിനകത്ത് എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ വിളിച്ചു പറയണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് സാധ്യമാ, അത് നടക്കും. ഹല്ലേലൂയ. എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. Ephesians chapter 1 verse numbers and 20. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ I also pray that you will understand the incredible greatness of God's power. എങ്ങനെയാണ് വായിച്ചേ? വിശ്വസിക്കുന്ന നമുക്ക്, for us who believe him. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യാപരിക്കുന്ന അത്യുന്നതപരമായ ശക്തി, ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ. ഇത് ആർക്കാ അവൈലബിൾ? അവർക്കും ഇവർക്കും ഒന്നും അല്ല, വിശ്വസിക്കുന്നവർക്ക് മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് എവിടെങ്കിലുമൊക്കെ ഒരു വിടുതൽ നടക്കണോ, ഇന്ന് എവിടെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നടക്കണോ, ഈ അത്ഭുത ശക്തി എനിക്ക് അവകാശമുണ്ട്. ഈ അത്ഭുതമായ ശക്തി എനിക്ക് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. എന്നിട്ട് എഫെസ്യരുടെ 1:19-20 ബാക്കി അങ്ങോട്ട് പറയുക, ഇതേ അത്യന്തപരമായ ശക്തി, ഇതേ അത്ഭുത ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഹല്ലേലൂയ പിതാവിന്റെ വലത്ത് ഭാഗത്ത് കൊണ്ടുനിരുത്തിയത്. സ്തോത്രം. ഇന്ന് വിശ്വസിക്കണം. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കാത്ത ഒരു മേഖലയുണ്ടോ, വിളിച്ചു പറയണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ സ്വതന്ത്രമുള്ള ഒരു വ്യക്തിയാക്കി. അതേപോലെ ഈ വിഷയത്തിനകത്ത് ഇന്ന് യേശുവിനാൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മളൊന്ന് വായടച്ച് മിണ്ടാതിരുന്നാൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വായടച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയല്ലെന്നല്ല, പക്ഷേ സാഹചര്യത്തിനെ ഒക്കെ നോക്കി പിറുപിറുത്തും കുറ്റവും പറഞ്ഞ് അതും ഇതും ഒക്കെ
പറഞ്ഞ് അങ്ങനെ ഇരിക്കാനല്ല യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുത ശക്തി അൺലീഷ് ആവുന്നത് ഒന്ന് കാണണം. കണ്ടാൽ ഹല്ലേലൂയ, റോമരുടെ 8:2 പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, ഈ പവർഫുൾ ആയിട്ട് ഉള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ത് ചെയ്യും? പാപത്തിനെയും മരണത്തിനെയും ജഡത്തിനെയും ഹല്ലേലൂയ സകലത്തിനെയും തോപ്പിച്ചിട്ട് നമുക്ക് ജയം തരും. ഹല്ലേലൂയ. അതിലുപരിയായിട്ട് നമ്മളെ നോക്കിയിട്ട് പറയുക, ഇനി നമ്മളുടെ അകത്ത് കുറ്റമില്ല. ഹല്ലേലൂയ. ഇനി നമ്മളുടെ അകത്ത് കുറവില്ല. നമ്മൾ പാപികളല്ല. ഇനി ആരും ഇന്നത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ അടിയൻ ഇതേ പാപി, എന്റെ പാപം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അകത്ത് പ്രകാശം കയറാഞ്ഞിട്ട് സ്തോത്രം. ഇന്ന് തൊട്ട് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. പാപിയായ ഞാൻ എന്നല്ല. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി തീർന്നു. നാം എന്ന് പാപം ഏറ്റു പറഞ്ഞോ, ഹല്ലേലൂയ, യേശുവിനോട് പറഞ്ഞു, യേശുവേ പാപിയായ എന്നെ അങ്ങ് വിടുവിക്കണം, എനിക്ക് അങ്ങേ വേണം, അങ്ങാണ് എൻ്റെ രക്ഷകൻ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ എൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു എന്ന് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടല്ല, കൊള്ളാത്തവരായിട്ടല്ല, പക്ഷെ നമ്മളെ കാണുന്നത് മകനും മകളുമായിട്ടാ. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും കാണുന്നത് അത്യുന്നതപരമായ ശക്തി കൊണ്ട് നടക്കുന്ന പാത്രങ്ങളായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കാണുന്നത് ദൈവം, പിന്നെ നമ്മളെ കാണുന്നത് പുത്രനായ യേശു ക്രിസ്തുവിന്റെ കണ്ണിലൂടെയാ നമ്മളെ കാണുന്നത്. പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാ നമ്മളെ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്നെയും നിങ്ങളെയും സ്വർഗം കാണുന്നത് യേശു കുഞ്ഞാടിന്റെ പുണ്യാക രക്തത്തിലൂടെയാ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ നീതി എന്നെ നീതീകരിച്ചു. സ്തോത്രം. അവന്റെ കുറ്റമില്ലായ്മ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർത്തു. സ്തോത്രം. എൻ്റെ കർത്താവ് ചെയ്ത സകലതും എനിക്ക് അത് നന്മയ്ക്കായിട്ട് തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ കിടന്ന അവസ്ഥയ്ക്കകത്തുനിന്ന്, നമ്മളെ ബന്ധിക്കപ്പെട്ട അവസ്ഥയ്ക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ പിടിച്ച് പുറത്തിറക്കി. ഇന്ന് ആരെങ്കിലും വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിലപ്പം പല നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഈ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നോ നാളെയോ ചിലപ്പം പെട്ടെന്നൊരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു വിടുതല് കാണത്തില്ലായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ദൈവവചനം തീയേറിയ ഹല്ലേലൂയ ആയുധമാണ്. അത് തീയാണ്, അത് വാളാണ്. ഹല്ലേലൂയ. അത് ദിവസം ചെല്ലുന്തോറും നമ്മൾ ഇത് കൺഫസ് ചെയ്യുന്തോറും പറയും തോറും ഹല്ലേലൂയ, ഈ അത്യുന്നതപരമായ ശക്തിക്ക് വലിയ വിടുതല് കൊണ്ടുവരാൻ സാധിക്കും. ഇതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തി നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. എഫെസ്യർ 1:19 നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ഈ അത്യുന്നതപരമായ ശക്തി, ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ, ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ എന്ത് സാധിക്കും? ഇതേ ശക്തി നമ്മളുടെ അകത്തിരുന്ന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. എഫെസ്യർ 3:20 പറയുന്നു, now all is able through his mighty power at work within us to accomplish infinitely more than we might ask or think. വായിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി. എന്നൊന്ന് പറഞ്ഞേ, ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യുന്നതപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ ശക്തി എവിടാ? എന്നിലും നിങ്ങളിലൂടെയും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഈ അത്യുന്നതപരമായ ശക്തി, സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതപരമായ ശക്തി എന്നിലൂടെ വ്യാപരിക്കുക. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുതം സംഭവിക്കും. അപ്പൊ തിരുവചനം അതാ പറഞ്ഞത് അല്ലേ? ഹല്ലേലൂയ. എഫെസ്യർ 1 understand the incredible greatness of God's power for us who believe him. കണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ അത്യുന്നതപരമായ ശക്തി ഹല്ലേലൂയ നമ്മളൊന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥിക്കുക. എന്തിനാണ്?
ആ അവനെ പ്രാർത്ഥിക്കുക. എന്തിനാണ്? ആ അവനെ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത് തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് പറഞ്ഞേ, തിരിച്ചറിയണം. ഹല്ലിയ. ഐ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഹല്ലിയ. ഞാൻ തിരിച്ചറിയണം. എന്താണ് ഞാൻ തിരിച്ചറിയേണ്ടത്? ഈ അത്യുന്നതപരമായ ശക്തി, ഈ മൈറ്റി പവർ എന്നിലൂടെ പ്രവർത്തിക്കുക. ഹല്ലിയ. എന്നിലൂടെ ഈ അത്യുന്നതപരമായ ശക്തി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്തെ അവസ്ഥകൾ മാറും, എൻ്റെ വീടിന്റെ അവസ്ഥ മാറും, എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ വിടുവിക്കപ്പെടും, എൻ്റെ മക്കള് വിടുവിക്കപ്പെടും. ഈ അത്യുന്നതപരമായ ശക്തി എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറും, എൻ്റെ കൊടുക്കൽ വാങ്ങൽ മാറും, അങ്ങേയറ്റം എൻ്റെ സംസാരം മാറും. ഹല്ലിയ. പിന്നെ എൻ്റെ സംസാരം കിടക്കുന്ന ലോകക്കാര് സംസാരിക്കുന്ന ചിലവരെ കണ്ടിട്ടുണ്ട്, റെക്കോർഡ് പോലെ പറഞ്ഞത് തന്നെയും പിന്നെയും ഇങ്ങനെ ശക്തിയെ കുറിച്ച് അറിവില്ല. ഹല്ലിയ. അത്യുന്നതപരമായ ശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തിനെ കുറിച്ച് സംസാരിക്കും? ഈ അത്യുന്നതപരമായ ശക്തിയെ കുറിച്ച് സംസാരിക്കും. ഹല്ലേലൂയ. ഈ അത്യുന്നതപരമായ ശക്തി ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കുറ്റമില്ലാത്തവരെ ആക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇനി അവൻ പൗലോസ് അപ്പോസ്തലൻ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടാ. 8:1 തുടങ്ങുന്നതേ ഇങ്ങനെയാ. ഇനി നമ്മളിൽ ശിക്ഷാവിധിയില്ല, ഇനി നമുക്ക് കുറ്റമില്ല. അതുകൊണ്ട് ഇനി നമ്മൾ വിശ്വസിക്കണം, ഈ അത്യുന്നതപരമായ ശക്തി നമ്മൾ വിശ്വസിക്കണം, ഈ അത്യുന്നതപരമായ ശക്തി എന്നിലുണ്ട്, എന്നിലൂടെ വ്യാപരിക്കുന്നുവെന്ന്. പലവരെ എന്താ പിടിച്ചു കെട്ടുന്നത്? പലവരും പറയും, ഓ ഞാൻ കുറ്റക്കാരിയാ, ഞാൻ കുറ്റക്കാരനാ, പാപത്തിൽ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, അത് കാരണം ദൈവം എന്നെ വിട്ടേച്ചു പോയി, പരിശുദ്ധാത്മാവ് അന്ത്യത്തോളം എന്നോടൊപ്പം കൂട്ടിരിക്കുന്ന ആളാ. എന്നെ ദിനംതോറും എന്നെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന ആളാ. ഹല്ലിയ. ഞാൻ തുടങ്ങുമ്പോ ഒരു വിധത്തിലായിരിക്കാം തുടങ്ങിയത്, പക്ഷെ തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്നെ ക്രിസ്തുവിന് കൊള്ളാവുന്ന വ്യക്തിയാക്കി തീർക്കുന്നത് ഈ അത്യുന്നതപരമായ ശക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ എന്നെ കുറ്റമില്ലാത്തവനും ആക്കി മാത്രമല്ല എൻ്റെ അകത്തിരുന്ന് എൻ്റെ ചുറ്റിനുമായ സാഹചര്യത്തിനെ ഒതുക്കി മെനഞ്ഞ് വൃത്തിയാക്കി, ഹല്ലേലൂയ, എന്നിലൂടെ അസാധ്യങ്ങളെ ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി ഒരു വീട്ടിനകത്ത് മതി അവസ്ഥകൾ മാറാൻ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് തിരുവചനം അവിടെ പറഞ്ഞ് എഫെസ്യരുടെ 4:20 പറഞ്ഞത്, now all glory to God who is able through his mighty power. കണ്ടോ? അവന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതപരമായ ശക്തി at work within us, എന്നിലൂടെ പ്രവർത്തിക്കുന്ന അത്യുന്നതപരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം എന്നിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എല്ലാ അവസ്ഥകളും മാറും. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകളും മാറും. ആ ബിസിനസ് ഫ്ലറിഷ് ആകും, ജോലി സ്ഥലം മികച്ചതാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നത് സകലതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എല്ലാ ബലഹീനതകളും മാറിപ്പോകും. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രതിനിധിയായി നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് സ്വന്തമായി ജഡമനുഷ്യന് ചെയ്തെടുക്കാൻ പറ്റാത്തതൊക്കെ ആത്മമനുഷ്യന് ചെയ്തെടുക്കാൻ സാധിക്കും. റോമരുടെ 8 മടങ്ങി വരാം. റോമരുടെ 8:2 പറഞ്ഞു, നാം അവന് ഉള്ളവരായതുകൊണ്ട്, ബിക്കോസ് വി ബിലോങ് ടു ഹിം, ദൈവത്തിന്റെ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ മരണത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട്
8:9. But you are not controlled by your sinful nature. You are controlled by the Spirit if you have the Spirit of God living in you. വായിച്ചേ മലയാളത്തില്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആമേൻ. അപ്പം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിച്ചിട്ട് നമ്മളെ ക്രിസ്തുവിനുള്ളവരാക്കി തീർത്ത് നമ്മളെ ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. ഇതിനാണ് ബോൺ അഗൈൻ എന്ന് പറയുന്നത്. ബോൺ അഗൈൻ അല്ലെങ്കിൽ ഇതിനാണ് ബോൺ അഗൈൻ എന്ന് പറയുന്നത്. ബോൺ അഗൈൻ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവര് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? നാം ഇനിയും നമ്മുടെ ജഡമല്ല ഇനിയും എന്നെ നിയന്ത്രിക്കുന്നത്, പക്ഷെ ആത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. കണ്ടോ, ഒരു പുതിയ സൃഷ്ടിയുടെ കാഴ്ചപ്പാട്. ഇനിയും ജഡമല്ല ഹല്ലേലൂയ എന്നെ നിയന്ത്രിക്കുന്നേ, ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്, എന്നെ കർത്തൃത്വം നടത്തുന്ന ദൈവത്തിനോട്, യേശുവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തില ഞാൻ ഇനിയും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് 8:14 for all of God are children of God. കണ്ടോ, ആത്മാവിനാൽ നയിക്കപ്പെട്ടവര് സകലരും ഹല്ലേലൂയ അവര് ദൈവത്തിന്റെ മക്കള്. ആത്മനിയന്ത്രണ പ്രകാരമാണോ ജീവിക്കുന്നത്? ആത്മാവിന്റെ ഇച്ഛപ്രകാരമാണോ? അകത്ത് ചിലവര് പറയും, എൻ്റെ അകത്തൊരു ചെറിയ ശബ്ദം ഞാൻ കേട്ടു, ആ ശബ്ദം ചെറുതാവുന്നത് അതിനെ വലുതാക്കണം. ആ ചെറിയ ശബ്ദമാണ് ദൈവം സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കണ്ടോ, ഒരു പുതിയ സൃഷ്ടിക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ആയിത്തീരാൻ സാധിക്കും. ഹല്ലേലൂയ. അതിന്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആത്മ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സകലരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവര്, ആത്മാവിനാൽ നയിക്കപ്പെട്ടവര്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും പുതിയ സൃഷ്ടിയ എന്ന് പറഞ്ഞ് ഞാനൊരു പുതിയ സൃഷ്ടിയ. ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയ എന്ന് പറഞ്ഞ് ഞാനൊരു പുതിയ സൃഷ്ടിയ. ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും പുതിയ സൃഷ്ടി. 2, ഇനി നമുക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ശിക്ഷാവിധിയില്ല. നാം പുതിയ സൃഷ്ടിയും നാം ശിക്ഷാവിധിയും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഫ്ലറിഷ് ചെയ്യും, ഉണ്ടാവും, എല്ലാം ഐശ്വര്യമായി തീരും, എല്ലാം അനുഗ്രഹമായി തീരും. ഒന്ന്, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്താൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിനെ ഹല്ലേലൂയ വലുതാക്കാൻ സാധിക്കും. ഈ അത്യുന്നതപരമായ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റാത്തതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഞാൻ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ഞാൻ പോകുന്ന ഇടങ്ങളിൽ അത്ഭുതം നടക്കും. നാം എത്രയധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കോൺഷ്യസ് ആണോ, നമ്മൾ എത്രയധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവെയർ ആണോ, അത്രയും അധികം പരിശുദ്ധാത്മാവിനെ മാറ്റാൻ പറ്റും, ജോലിയെ മാറ്റാൻ പറ്റും, നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ പറ്റും, മക്കളെ മാറ്റാൻ പറ്റും, ഭാര്യയെ ഭർത്താവിനെ മാറ്റാൻ പറ്റും, അവസ്ഥകളെ മാറ്റാൻ പറ്റും, രോഗത്തിനെ മാറ്റാൻ പറ്റും. കണ്ടോ, നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ തിരിച്ചറിയണം, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ കുറ്റമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ കുറ്റമില്ലാത്തൊരു വ്യക്തിയാണ്, എന്നെ നീതീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയുള്ളവനാണ്. മരിച്ച ക്രിസ്തുവിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നിലൂടെ വ്യാപരിച്ച് അത്ഭുതങ്ങൾ എൻ്റെ ചുറ്റിനും നടത്തും, അവസ്ഥകളും മാറ്റും എന്ന് ബോധ്യം എത്രത്തോളം ഉണ്ടോ അത്രയധികം പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, കർത്താവേ, ഇനി വചനം കേട്ട ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവെയർ ആകുവാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഒന്ന് അവെയർ ആകുവാൻ. ഹല്ലേലൂയ. So those who are dwelling in Christ, they are no
no more condemnation for them. Hallelujah. ക്രിസ്തുവിൽ വസിക്കുന്ന ഓരോരുത്തർക്കും വ്യാപരിക്കട്ടെ, അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, പക്ഷെ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവസ്ഥകളെ മാറ്റും. ഈ അത്യന്തപരമായ ശക്തി എന്നിലൂടെ വ്യാപരിച്ച് ദിസ് ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ആൻഡ് പവർ ഓഫ് ഗോഡ്, ഹല്ലേലൂയ, ഇത് എന്നിൽ നിന്ന് വ്യാപരിച്ച്, ഇത് എന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ അവസ്ഥകളെ, സാഹചര്യങ്ങളെ മാറ്റും. റൈനിന്ന് ഏറ്റെടുക്കണം. നിന്റെ ബിസിനസിന്റെ അവസ്ഥകൾ കർത്താവ് മാറ്റും. നീ എത്രത്തോളം aware ആണോ, how much ever you are aware of the Holy Spirit, that much the Holy Spirit can work in your, that much the Holy Spirit can work in your life. Hallelujah. എത്രത്തോളം aware ആണോ, ഹല്ലേലൂയ, ഇന്ന് കർത്താവെ ഓരോരുത്തരെയും ആ അവയർനെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.